15ാമത് SKSSF സംസ്ഥാന SKSF 15ാമത് സർഗലയം വേദികളിൽ കലകൾ കൊണ്ടുള്ള പോരാട്ടം നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വിവിധ കലാമത്സരങ്ങളിൽ വിധികർത്താവായി പോകുന്ന റഷീദ് മോങ്ങും സാറാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിലെ കോളേജുകളിലെ വിവിധ സംഘടനകൾ നടത്തുന്ന കലാമത്സരങ്ങളിൽ വിധികർത്താവായി പോകുന്ന ഒരാളാണ്. SKSFന്റെ 15ാമത് സംസ്ഥാന സർഗലയത്തിൽ പങ്കെടുക്കുമ്പോൾ വിധികർത്താവായി പങ്കെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അൽഹംദുലില്ലാഹ്, ആദ്യം തന്നെ SKSSFന്റെ ഈ സംസ്ഥാന സർഗലയ കമ്മിറ്റിയോടാണ് ഹൃദ്യമായ നന്ദി അറിയിക്കാനുള്ളത്. ഒരു സമയത്ത് നമ്മളൊക്കെ മത്സരിക്കുന്ന സമയത്ത് സർഗലയം ഇന്ന് കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു മുമ്പ് തുടർന്നു പോയി നിന്ന്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടായി. അതിൻ്റെ നിയമങ്ങളിൽ ബൈലോകളിലൊക്കെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു ആവിഷ്കാരം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് എത്ര അവരെ പ്രശംസിച്ചാലും മതിയാവില്ല. പ്രിയപ്പെട്ട സുലൈമാൻ ഉഗ്രപുരവും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് കൊടുവള്ളി, ഇവരുടെയൊക്കെ ഒരു നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വളരെ ക്രിയാത്മകമായ രീതിയിൽ ഇതിനെ സമീപിക്കുകയും കുട്ടികൾക്ക് ഏതെല്ലാം തരത്തിൽ അവരുടെ കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയും അതിന് പ്രാപ്തമായ രീതിയിലുള്ള ഒരു ബൈലോ ഉണ്ടാക്കുകയും അതനുസരിച്ച് ഇന്ന് മത്സരവേദികൾ, ഇപ്പോൾ ഇന്നലെയൊക്കെ മത്സരിച്ച പല മത്സരങ്ങളിലും നമ്മൾ വിധിനിർണ്ണയം നടത്തിയ സമയത്ത് മത്സരിച്ച എല്ലാവരും കട്ടക്ക് മത്സരം വരുന്ന ഒരു രീതി ഉണ്ടായി എന്നുള്ളത്. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിന്റെ ഒരു പ്രതീതി എത്രത്തോളം മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപ്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആ ഒരു മത്സരം വീക്ഷിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. കാരണം ജില്ലാ തലങ്ങൾ ആദ്യം യൂണിറ്റ് തലം കഴിഞ്ഞ് മേഖല കഴിഞ്ഞ് ജില്ല കഴിഞ്ഞ് വരുന്ന ആളുകളാണ് സ്റ്റേറ്റ്. അപ്പം മത്സരത്തിന് ഒന്നും കൂടി വാശി കൂടും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ മുമ്പ് നമ്മളൊക്കെ മത്സരിക്കുന്ന സമയത്ത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളൊക്കെ മത്സരിക്കുന്ന സമയത്തുള്ള ഒരു സർഗലയത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു റൂട്ടിലായിരുന്നു. കാരണം മറ്റു പല ജില്ലകളിൽ നിന്നും, ഇപ്പൊ മലബാറുകാരല്ലാത്ത മറ്റു പല ജില്ലകളിൽ, അത് അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, ചിലപ്പോൾ ബൈലോ പോലും മാനുവൽ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മളിപ്പോ ഒരു മാപ്പിളപ്പാട്ട് വേദിയിൽ ചിലപ്പം പഴയ കാലത്തെ കുറെ ലളിതമായിട്ടുള്ള പല പാട്ടുകളും മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് മത്സരം പറയുന്ന സമയത്ത് മറ്റു പല പാട്ടുകളും അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വന്ന് പാടുന്ന ഒരവസ്ഥയൊക്കെ മാപ്പിളപ്പാട്ടില് ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന, അതായത് നമ്മള് പല സ്കൂൾ കലോത്സവങ്ങളിൽ പോലും കാണുന്ന ഒരു സാധനമാണ്. മാപ്പിളപ്പാട്ടിന്റെ പൈലും അനുസരിച്ച് മാപ്പിളപ്പാട്ടിന് കൃത്യമായിട്ട് യൂട്യൂബിൽ ഇറങ്ങുന്ന പുതിയ പാട്ടുകൾ കേട്ടിട്ട് മത്സരവേദിയിൽ അത് പാടുക, അത് കേട്ടുക, എഴുതിയെടുക്കുക, അതുപോലെ തന്നെ പാടുന്ന ഒരു രീതി. ഇപ്പൊ മഹിയിൽ മഹാസീൻ എന്നൊക്കെ തുടങ്ങുന്ന പല പാട്ടുകളൊക്കെ ആയിരുന്നു മാപ്പിളപ്പാട്ടാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അവർ വന്ന് പാടുന്നു. കാരണം നമ്മൾ പറയുമ്പോ ഒക്കെ മാപ്പിളപ്പാട്ടിന്റെ ക്രൈറ്റീരിയ വരുന്നത്, ആ പാട്ടിന്റെ ഗണത്തിൽ വരുന്നത് മാപ്പിളപ്പാട്ട് അറബി മലയാള സാഹിത്യ പദ്യശാഖ അതിൽ പെടുന്ന പാട്ടുകളാണ് നമ്മൾ മത്സരത്തിൽ പാട്ട്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം നമ്മൾ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന അതാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് അറിയുമ്പോൾ ചില ആളുകൾ ഇത് ഇപ്പൊ ബദറുൽ ഹുദ തന്നെ പാടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഇത് തന്നെ പാടി വരുന്ന സമയത്ത് ചില ആളുകൾ പറച്ചോനെ ഇത് മത്സരത്തിന് പാടാൻ പറ്റുന്നതാണോ എന്നാലും വിളിച്ചു ചോദിക്കും, ഈ ബദറുൽ ഹുദ യാസീനൻ നബി ഖറജ മത്സരത്തിന് പാടാൻ പറ്റുന്ന പാട്ടാണോ? കുട്ടികൾക്ക് വരെ സംശയം ഉണ്ടാകുന്ന, കാരണം അത് പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. അതുപോലെ കൺഫ്യൂഷൻ തിരിച്ചും ഉണ്ടാകുന്നുണ്ട്. പുതിയ ചില പാട്ടുകൾ മാപ്പിളപ്പാട്ടിന്റെ ഗണത്തിൽ വരുന്ന പുതിയ ചില പാട്ടുകൾ സംശയത്തിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ മഹീൽ മഹാ, ഇതേ ഇശലാണ് മഹീൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താൻ, ഈ പാട്ടിന്റെ ബദറുൽ ഹുദായാസി ഒരേ ഇശലാണ്. പക്ഷെ ഇത് മത്സരത്തിൽ മഹീൽ മഹ പാടാൻ കഴിയുമോ? ഒരു മാപ്പിളപ്പാട്ട് മത്സര വേദിയിൽ വരുന്ന സമയത്ത് അവിടെ അതിന് ക്രൈറ്റീരിയ പറയുന്നത് അറബി മലയാള സാഹിത്യ പദ്യ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടിൽ പുതിയ പാട്ടുകൾ വരുന്ന പുതിയ പാട്ടുകൾ, അതായത് ഇപ്പൊ ബദറുദ്ദീൻ പുതിയ കാലത്തെ രചയിതാക്കളുടെ പാട്ടുകൾ, എങ്ങനെയുള്ള പാട്ടുകൾ? ബദറുദ്ദീൻ പാറന്നൂരിന്റെ ഭംഗീഷത്തരുളതിലരുളിയുടെ ഉള്ളല്ലുകാർ നമ്മൾ കേൾക്കുന്ന എത്ര പാട്ടുകൾ ഇന്ന് ജീവിച്ചു, അതായത് പൂർവികരുടെ പാട്ടുകൾ. ഇതിപ്പോ നമ്മളിപ്പോ രണ്ട് തലത്തിലാണല്ലോ ഇപ്പൊ ഇതിന് ചിന്തിക്കുക. അതായത് ട്രഡീഷണൽ മത്സരം നടക്കുന്ന ഒരു വേദിയിൽ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി മൈക്ക് എടുത്തിട്ട് അസ്സലാമു അലൈക്കും മാപ്പിള മഹാകവി മർഹൂം മോയിൻകുട്ടി വൈദ്യരുടെ ഏതാനും വരികൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പൂർവികരുടെ ഒരു പാട്ട് അല്ലെ, മോയിൻകുട്ടി വൈദ്യരുടെ. അതേപോലെ തന്നെ മോയിൻകുട്ടി വൈദ്യരുടെ കാലഘട്ടത്തിലുള്ള മാളിയക്കലകത്ത് കുഞ്ഞമ്മ സാഹിബ്, താനൂർ മച്ചിങ്ങലകത്ത് മൊയ്തീൻ കുട്ടിമല്ല, ചേറ്റുവായി പരീക്കുട്ടി,
അതുപോലെ തന്നെ ഷുജായി മൊയ്തു മുസ്ലിയാരുടെ സഫലമാല, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കൃതികളുടെ പാട്ടുകളൊക്കെ, മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബിന്റെ താജുൽ അഖ്ബാർ, യൂസുഫ് കിസ്സ കർബല കിസ്സപ്പാട്ട്, അങ്ങനെയുള്ള തുടങ്ങുന്ന പല പാട്ടുകളിലുള്ള പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൽ കിസ്സപ്പാട്ടിന്റെ ക്രൈറ്റീരിയ ആണോ കിസ്സ പറയുന്നത്? അതായത് എല്ലാ നമ്മൾ പറയാറുണ്ട് എല്ലാ പടപ്പാട്ടുകളും എന്താണ് കിസ്സപ്പാട്ടുകളാണ്. പക്ഷെ എല്ലാ കിസ്സപ്പാട്ടുകളും എന്തല്ല പടപ്പാട്ടല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ബദർ കിസ്സ എന്ന് നമുക്ക് പറയാം അല്ലെ, ബദർ പട എന്നും പറയാം. യൂസുഫ് പട എന്ന് പറയാൻ പറ്റൂല, യൂസുഫ് കിസ്സ എന്ന് നമ്മൾ പറയാം. ഇബ്രാഹിമുബിന് അദ്ദേഹം കിസ്സപ്പാട്ട് എന്ന് നമ്മൾ പറയും. നിങ്ങൾ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ആ ആശയം, പാട്ടിന്റെ രചന നമ്മൾ കൃത്യമായിട്ട് ആ രചനക്കൊരു ആശയം ഉണ്ടാവും. ഒരു രചയിതാവ്, നമ്മൾ 3 തലങ്ങളാണല്ലോ പാട്ടുകൾ ഉണ്ടാവുന്നത്. ഒന്നിപ്പോ പിന്നെ നിങ്ങൾ രചന നിർവഹിക്കുന്നു, ഞാൻ സംഗീതം ചെയ്യുന്നു, മൂന്നാമത് ആലപിക്കുന്നു. ബാക്കി കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ആസ്വാദകരാണ്, അവർക്കത് സ്വീകരിക്കാം, എങ്ങനെ വേണമെങ്കിലും അതിനെ സ്വീകരിക്കാം. ഇപ്പോൾ രചയിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാട്ട് എഴുതുന്ന സമയത്ത് ആദ്യം ഉണ്ടാവേണ്ടത് ആശയമാണ്. ഇപ്പോൾ നമുക്കൊരു ഭക്തിഗാനമാണ് എഴുതുന്നത് എങ്കിൽ ആ ഭക്തിഗാനം ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ. ഭക്തിഗാനം എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം അതൊന്ന് ചിന്ത പോകും. എന്നിട്ട് സംഗീതം ചെയ്യുന്ന ആളെടുത്ത് രചയിതാവ് കൊണ്ടുപോയി കൊടുക്കുക, നിങ്ങൾ ഇതിനനുസരിച്ച്. അപ്പോൾ സംഗീതം ചെയ്യുന്ന ആളെന്താ നോക്കുക, ഈ പാട്ടിന്റെ ആശയമാണ് ആദ്യം ചിന്തിക്കുക അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ വമ്പുറ്റാംസ് ഇന്ന് സോഷ്യൽ മീഡിയ ഭയങ്കര വമ്പുറ്റാംസ, അതിപ്പോ എല്ലാവരും തുള്ളിക്കളിക്കുന്ന രീതിയിലേക്കായി മാറും. 2 കോണിൽ വിമർശനാത്മകമായിട്ട്, കാരണം എന്താണ് അതിന്റെ ആശയം എന്ന് തിരിയാത്തതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഇന്ന് നമ്മള് സോഷ്യൽ മീഡിയകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വമ്പുറ്റാംസ റളിയല്ലാഹു എന്ന് തുടങ്ങുന്ന ഗാനം വളരെ ആളുകൾ ഏറ്റുപിടിച്ചുകൊണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആവേശത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുക. ആ പാട്ടിന്റെ ഉള്ളിലുള്ള ആശയം എന്താന്നുള്ളത് ആരെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ അല്ലേ. യഥാർത്ഥത്തില് വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പിയസ്വദിൽ മാറടാ ബല്ലൽ നബി മഹമൂദർ ഹൗലിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. വളരെ അതിന്റെ ആശയം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ആശയത്തിൽ നിന്ന് ഔട്ടാകുന്ന രീതിയിലാണെന്ന് പല ആളുകളും, ആസ്വാദകരുടെ ആ ഒരു മനസ്സ് മാറിയിട്ടുണ്ടോ. അതായത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട, ഇപ്പൊ നമ്മൾ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഈണമാണ് ഇവർ ആസ്വദിക്കുന്നത് അല്ലെ. ഒരു പാട്ടിന്റെ ഈണമാണ് എല്ലാവരും, ഈണവും താളും ഇങ്ങനെ കേൾക്കുമ്പോ എല്ലാവരും ഇങ്ങനെ തുള്ളിക്കളിക്കും. അതിന്റെ കാരണം എന്താ, ആശയങ്ങളിലേക്ക് വരികളുടെ ഉള്ളിലേക്ക് ആരും പോകുന്നില്ല. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ, ഉണ്ടോ പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. നമുക്കതറിയാം എന്താണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലേ, അദ്ദേഹത്തിന്റെ പ്രിയതമയോട് ചോദിക്കുക, എന്റെ കയ്യിൽ 4 ഉണ്ടോ, ഒരു മുന്തിരി കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങാരി എന്നറിയില്ലേ, നിങ്ങൾ ഈ നാട്ടിലെ രാജാവല്ലേ എന്ന് ചോദിക്കുന്ന ഒരു രംഗോ ഇന്ന് നമ്മൾ കല്യാണ വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുള്ളിക്കളിക്കുന്ന ഈ പാട്ടിലായിരിക്കും. ഉണ്ടോ സഖി അറിയുമ്പോഴത്തിന് നമ്മൾ ആടാൻ തുടങ്ങും. സ്വാഭാവികമാണ്. കാരണം എന്താ, അതിന്റെ ഈണമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്, അതിന്റെ ഉള്ളിലുള്ള ആശയമല്ല അല്ലെ. മലർക്കൊടി അത് പിന്നെ തുള്ളാനുള്ള ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടില്ലേ. മലർക്കൊടി ഇശലൊന്നാണ്, ഉണ്ടോ സഖി ഒരു കുലമുന്തിരി മലർക്കൊടിയേ ഞാണോ. ഇശല് കറക്റ്റ് ഒന്നാണ്, പക്ഷെ അവിടെ ആശയം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ബേണ്ടുഗമനം വൈദ്യരുടെ ബദർ എടുത്ത് നോക്കുക, അതിലൊരു ആശയമുണ്ട്. കേളുന്നി സുദത ബേണ്ടുഗമനം ബൈത്തവനെങ്കിൽ ക്ഷണം കെമിത്തഹരിജിലൈന ഇപ്പോൾ പൊരുതുവതുക്കിരണം വാളുമ്മ അക്ക ഉമ്മുൽ ഖുറാബിന് ബന്ധവരാകിടണം. അത് കേളു നീ സൂതേ വേണ്ടുക, ഒരു കരഞ്ഞു പാടുമ്പോ ആ പാട്ടിന്റെ ആശയത്തോട് നീതി പുലർത്താത്ത രീതിയിലുള്ള ആലാപനായി മാറിയത്. ഇശലൊന്നാണ് അല്ലെ. ഉറ്റുസാലിസ് ഒരു വട്ടം കൂട്ടി ചുമടിട്ട് ചാടി കടുപ്പത്തിലെ ഊറ്റമൂറ്റ പുലി ബാട്ട്, അത് ആ രംഗം നമുക്ക് അല്ലെ. ആ ഒരു ഇശല് നമുക്ക് എന്താ, അത് ഉറ്റുസാലിസ് ഒരു വട്ടം കൂടി കരഞ്ഞു പാടുമ്പോ എന്തായിരിക്കും അവസ്ഥ, ആ ആശയത്തിൽ നിന്ന് അത് ഔട്ടാ. ഇശലുകളുടെ ഒരു പ്രത്യേകത അത്രയും കൃത്യമാണ്. പല ഇശലുകൾ അങ്ങനെയാണ്. നമ്മൾ തൊങ്ങൽ ഇശല് പറയാറുണ്ട്. രചയിതാക്കൾ ഇപ്പൊ പുതിയ കാലത്തെ മാപ്പിള രചയിതാക്കൾ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സാധനങ്ങൾ അത് ഏത് നാൾ അതിനോട് പൂർണ്ണമായി നീതി പുലർത്തുന്നുണ്ടോ? ചില ആളുകൾ നീതി പുലർത്തുന്നുണ്ട്, ചില ആളുകൾ അത് നമുക്കൊരു വിമർശനാത്മകമായിട്ട് പറയാൻ പറ്റൂല. കാരണം പല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ജന്യ ഇശലുകൾ എന്ന് പറയുന്നതിൽ
പല ആളുകളും അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അടിസ്ഥാനപരമായ ഇശലെടുത്തുകൊണ്ട് അതിലേക്ക് ചില ജന്യ ഇശല്, തുണ്ട് ചാച്ചിൽ മുറുക്കം, അല്ലെ, ചെറിയ കുടുക്കി ഏറ്റവും ഇവിടെ മുറുക്കം എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട്. ശരിക്കും ഇശലുകളുടെ പഠനം നടത്തുന്ന സമയത്താണ് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അടിസ്ഥാനപരമായ ഇശലുകളോട് കൂടെ തന്നെ ജന്യ ഇശലുകൾ, അത് കവികളുടെ സ്വാതന്ത്ര്യമാണ്. മഹാകവി മൊയ്ൻകുട്ടി വൈദ്യരടക്കം ആ സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ പിന്നെ മുഹീദ്ദീൻ മാല അല്ലാ തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ, അല്ലെ, മുഹീദ്ദീൻ മാലയുടെ ഇശൽ എന്ന് പറഞ്ഞ യമൻ ഘട്ടാണ്, അല്ലെ, ആദ്യത്തെ ഇശല്. ഈ യമൻ ഘട്ട് എടുത്തുകൊണ്ട് എത്ര ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എത്ര ആളുകൾ പാട്ട് എഴുതിയിട്ടുണ്ട്. ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പോലും തല്ലുമാല എന്ന് പറയുന്ന ഒരു ഫിലിമിൽ പോലും ഏതാണ് ആ പാട്ടിന്റെ തുടക്കം ഞാൻ മറന്നുപോയി. അതിൽ തന്നാന ഹൗലുങ്കര എന്ന് വരെ അടിയാണ്. സ്വാധീനം ഏതാണ്, വൃത്തം ഏതാണ്? ഖാദി മുഹമ്മദിന്റെ യമൻ ഘട്ടാണ് ഇശല്, അല്ലെ. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ കുറെ മഞ്ഞൾ കൊത്തം വല്ലി അമ്മീമലിട്ടിയിട്ട് നീട്ടിയരച്ചു ഒക്കെ നമ്മൾ പാടി പറയുന്ന പാട്ടുകളാണ്, അല്ലെ. ഒരുപാട് വേദികളിൽ പല ആള് പിന്നെ കല്യാണ വീടുകളിലൊക്കെ പല പിന്നെ ഉമ്മാമ്മമാര് തമ്മിൽ പാടിയിട്ടൊക്കെ കുറെ പാട്ടുകളുണ്ട് യമൻ കെട്ട് ഇശല്, അല്ലെ. ഈ യമൻ കെട്ട് ഇശല് നമ്മൾ ബാപ്പു വെളിപ്പറമ്പ് എഴുതിയ എത്ര എത്തി മിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. പിന്നെ ഈ സർഗല എന്ന് പറയുന്നത് ഒരു ഗൃഹാതുരത്വ ഫീലിംഗ്, നേരത്തെ പറഞ്ഞ പോലെ സർഗല വേദിയിലെല്ലാം വന്നതാണല്ലോ. അപ്പൊ പഴയ കാലത്ത് ആ സർഗല വേദിയിലെ മത്സരങ്ങള്, അതിൽ നിന്ന് ഫസ്റ്റ് വാങ്ങുക, ആ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ എന്തായാലും. തീർച്ചയായത് നമ്മളൊക്കെ വന്നത് ഇതില് തന്നെ. റേഞ്ച് മത്സരങ്ങള്, സർഗലയ മത്സരങ്ങള്, സാഹിത്യോത്സവങ്ങള്, സ്കൂൾ കലോത്സവങ്ങൾ, ഈ ഒരു മേഖല വഴി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്നൊക്കെ നമ്മൾ വിതരണ രംഗത്ത്, കാരണം നമ്മളൊക്കെ അങ്ങനെയും കഷ്ടപ്പെട്ട് വന്ന അവസ്ഥകളുണ്ട്. നമുക്കൊക്കെ ചെറുപ്പ സമയത്തൊക്കെ നമുക്ക് എനിക്ക് തന്നെ പറഞ്ഞത് എൻ്റെ ഉപ്പാപ്പ, എൻ്റെ ബാപ്പ, ഇവരൊക്കെ ആയിരുന്നു നമുക്കൊക്കെ ആദ്യ പാഠം. അവരുടെ ആ ഒരു താവഴി പിടിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ മേഖലയിൽ മുന്നോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു പൊരുത്തത്തിലാണ്. നമ്മളായിട്ടുള്ള ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്. ആ കാലത്ത് ഏതെങ്കിലും പാട്ടുകൾ ആദ്യമായിട്ട് വേദിയിൽ അല്ലെങ്കിൽ ഒരുപാട് തവണ വേദികളിൽ പാടിയ, മത്സരത്തിന് പാടിയ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മ? ഞാൻ ആദ്യം പാടിയത്, എനിക്കിപ്പോൾ ഞാൻ 3-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ചെറുവണ്ണൂർ പണിക്കർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സമയത്ത് ഞാൻ ആദ്യം അവിടുത്തെ ഒരു പിന്നെ അറബിക് അധ്യാപകൻ ഗഫൂർ മാഷ് എന്ന് പറയും. ഗഫൂർ മാഷ്, ഞാൻ അന്നൊക്കെ പിന്നെ പറഞ്ഞാൽ ഈ ട്രഡീഷണൽ അത്രത്തോളം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ നമ്മൾ ഇതാണ് ട്രഡീഷണൽ, ഇതാണ് മറ്റേന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. പാട്ടുകളുടെ ഇപ്പോൾ ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി, ഇതാണ് ഞാൻ ആദ്യം പാടുന്ന പാട്ട്. അന്ന് ഇന്നെ ഗഫൂർ മാഷും നമ്മളെ ടീച്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഈ പാട്ടും കൊണ്ടാണ് ഞാൻ സബ് ജില്ലയിൽ വരെ പോകുന്നത്. പക്ഷെ സബ് ജില്ലയിൽ എത്തിയപ്പോൾ സംഗതി മാറി. അറബി മാപ്പിളപ്പാട്ട് മത്സരത്തിൽ, കാരണം ഇവർക്ക് ചിലപ്പോ അന്നത്തെ ആ സമയമല്ലേ അറിയൂല എങ്ങനെയാണ് ഈ പാട്ട് നമുക്ക് തരേണ്ടതെന്നുള്ളത്. നമുക്ക് അങ്ങനെ പറഞ്ഞു തരാന് ഇതായിരുന്നു പാടേണ്ടത് എന്ന്. എന്നാ പിന്നെ വില്ലാപ്പിയും പറഞ്ഞ് എന്നാ ഇത് അങ്ങോട്ട് കയറി പാടിക്കോ, നല്ലത് അവർക്കറിയാം. പക്ഷെ എന്താ മാപ്പിളപ്പാട്ട് മത്സരത്തിന് ഇത് ചെറിയ കുട്ടി LP തലല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അവിടെയും അന്നേ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് മത്സരം അവിടെ ഉണ്ട്. നമ്മൾ അതാ ആദ്യം മനസ്സിലായി. അന്ന് കുറെ ആളുകൾ ആനെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന പാട്ടുമാണ്. ആനേ മദനപ്പൂ കനിത്തേനാളേ, ഇങ്ങനെയുള്ള പാട്ടുകൾ, ഹക്കാന കോനമറ, ഇതൊക്കെയാണ് അന്ന് മത്സരം. ഞാനൊരാൾ ഇപ്പുറത്ത് നിന്ന് കണ്ട് ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി, പ്രത്യേക ഒരു മെൻഷൻ നമ്മളെ എടുത്ത് പറയാം. അത് നമുക്കൊരു സന്തോഷമല്ലേ. ചില സമയത്ത് ഇത്തരത്തിലുള്ള പാട്ടുകൾ വേദിയിൽ വരുമ്പോ മാപ്പിളപ്പാട്ട് നന്നായിട്ട് പാടുന്ന കുട്ടികളായിരിക്കും. അത് നമുക്ക് വലിയൊരു സങ്കടം. നമുക്ക് വിധികർത്താവുന്ന നിലയിൽ നല്ല പാടുന്ന ഒരു കുട്ടി നന്നായിട്ട് ഒരു പാട്ട് പാടി, പക്ഷെ നമ്മുടെ ക്രൈറ്റീരിയക്ക് ഡിസ്ക്വാളിഫൈ ആകുന്ന ഒരു രീതിയിൽ അങ്ങനെ ഒരു പ്രയാസം ഉള്ളത് കൊണ്ടാണ് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാ ഒരു C ഗ്രേഡ്, അതിൽ ആലാപനത്തിനെ മാനിച്ചുകൊണ്ട് നമ്മൾ ആ കുട്ടികളെ, കാരണം അവർ അങ്ങനെ വരുന്നതല്ലേ, ചെറിയ കുട്ടികളും അല്ലേ, അവർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് വരുന്ന എന്തെങ്കിലും പാളിച്ചകളായിരിക്കാം. അപ്പോൾ കുട്ടികളെ പരിഗണിക്കുക എന്നുള്ളത്. കാരണം കുട്ടികൾ ഒരു A ഗ്രേഡ് പോലെ, എന്താ A ഗ്രേഡ് നമ്മളെ പെരേന്ന് എടുത്തുകൊണ്ടിരുന്നൊന്നുമല്ലല്ലോ, നമുക്ക് എന്താ കൊടുക്കുന്നതിന്. പക്ഷെ ക്രൈറ്റീരിയ നമ്മൾ മാനിച്ചുകൊണ്ട് ചിലപ്പോൾ അത് B ഗ്രേഡ് ആണെങ്കിൽ B ഗ്രേഡ്, അതല്ലെങ്കിൽ C ഗ്രേഡ്, അങ്ങനെയും നമുക്ക് പരിഗണിക്കാവുന്നതാണ്.
പക്ഷെ എന്താ നമ്മൾ കുട്ടികളെ, പക്ഷെ വലിയ കുട്ടികൾ ഇപ്പൊ ഹൈസ്കൂൾ തലങ്ങളിലേക്ക് അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ആരെങ്കിലും ഇപ്പൊ ദുനിയാവീത് അല്ലെങ്കിൽ പിന്നെ നെഞ്ചിനുള്ളിൽ നീ അങ്ങനെ പല പാട്ടുകൾ നേരത്തെ പറഞ്ഞതുപോലെ പടപ്പാട്ടിന്റെ ലിഷല് അതേപോലെ എഴുതുന്ന പാട്ടുകൾ പക്ഷെ ഉണ്ട്. ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോ നേരത്തെ നമ്മൾ പറയുന്നത് തൊങ്കൽ വിഷലില് പൂകിന്താറിരൂപേരും അധീക്ഷണ വൈദ്യരുടെ ഭദ്രാണ് അല്ലേ. അവിടെ ഇഷലായിട്ടുള്ള പാട്ട് അവിടെ ഉണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ബദർ പടപ്പ അവിടെ ഉണ്ട്, ഒരു പാട്ട് ട്രഡീഷണൽ സോങ് ഉണ്ട്. ഈ പാട്ട് മറ്റൊരാള്, അതായത് ഇപ്പൊ ലളിതമായിട്ട് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാട്ട് ലളിതമായിട്ട് ഇപ്പൊ നബിയുടെ അല്ലെ മകൾ ഫാത്തിമ പൂകിന്താറിരുപേരും ആറ്റിൽ നബി പാടിയാലോ പൂകിന്താറിരുപേരും പാടിയ ഏതാ പരിഗണിക്കുക? സ്വാഭാവികമായിട്ട് നമ്മുടെ പുകിന്താറാണ് പരിഗണിക്കുക. കാരണം ഇശൽ എന്നാണ് ഇത് എഴുതിയത്. പക്ഷെ അതിന്റെ പ്രാസ നിയമങ്ങളും അറബി മലയാള സാഹിത്യ പദ്യശ അതിന് ലക്ഷണമൊത്ത മാപ്പിളപ്പാട്ട് നമ്മൾ പറയുന്നത്. ആ ലക്ഷണമൊത്ത മാപ്പിളപ്പാട്ടിന് വൈദ്യരൊക്കെ വകകൾ മുതുനൂൽ ചിറ്റെളുത്തും കമ്പി ബാലും തലൈ ചന്തം കനപ്പും കമ്പി സകല കവിരാജർ ഇതിനെ പാർപ്പിൻ എന്ന് പൂർവികർ ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ? കാരണം ഇതിന് കൃത്യമായിട്ടുള്ള അല്ലെ അവരത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് മുമ്പിലേക്ക് തുറന്നു വെച്ച് തന്നത്. ഒരു തുറന്നിട്ട വാതായനാണ് ആർക്കും ഏതു. പക്ഷെ ആ അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു രീതി അവലംബിക്കുന്നത്. ഇപ്പൊ പല പാട്ടുകൾ ഇപ്പൊ നമ്മളറിയാം മത്സരവേദികളിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ പാട്ടുകൾ ഇപ്പൊ പണ്ടല്ല ഇപ്പൊ മാപ്പിളപ്പാട്ട് പടപ്പാട്ടിൽ എഴുതുന്ന സമയത്ത് നമ്മുടെ പിന്നെ കേരളത്തിലെല്ലാം മറ്റേ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് സ്വാതന്ത്ര്യ സമരത്തിലെല്ലാം ആളുകളെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ആവേശം കൊടുത്തെന്നെല്ലാം പറയുന്നത് ഒരുപാട്. ഇപ്പോഴുള്ള പാട്ടുകൾ പിന്നെ വെറും ആസ്വാദകരെ സുഖിപ്പിക്കാനുള്ള രീതിയിലുള്ള പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈണത്തിന് അത്രയും പ്രാധാന്യം ഇവിടെ ഉണ്ട്. പല പാട്ടുകളൊന്നും ഞാൻ പറയൂല, അത് നമുക്കൊരു അത് അതിന് വേണ്ട. പല പാട്ടുകൾ ഈണം കൊണ്ട് കയറിപ്പോയ പല പാട്ടുകളുമുണ്ട്. അതിൻ്റെ ഉള്ളു പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ആസ്വാദനായിരിക്കും അല്ലേ, കേൾക്കുന്ന സമയത്ത് ഭയങ്കര ആസ്വാദനായിരിക്കും. എന്ത് മനോഹരമായി പാടി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അതായത് നമ്മളീ പറഞ്ഞ മാപ്പിളപ്പാട്ടിന് ഇപ്പോൾ 4 തനിമയാർന്ന പാട്ടുകൾ ആയിരിക്കണം അല്ലേ. സാഹിത്യമാണ് രണ്ടാമത്. ഈ സാഹിത്യത്തെ ഭംഗമുന്നിലെ സാഹിത്യ ശ്രുതിയും താളവും തനിമയാർന്ന അവതരണവും പറയുമ്പോൾ അല്ലേ, അവതരണമൊക്കെ ഈ സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എത്ര മാർക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ആലാപനം, ശ്രുതി, താളം, ഇത് അവിടെ അപ്പുറം ഒരു സംഗതി ഉണ്ട്. തനിമയും സാഹിത്യവും വരുന്ന സമയത്ത് ഇത് ക്രൈറ്റീരിയ വെച്ചിട്ട് പിന്നെ സാഹിത്യ ഭംഗിക്ക് ഒരു മാർക്കായിരിക്കും, ഒരു ആ മാർക്കായിരിക്കും. അപ്പൊ അതിന്റെ സാഹിത്യം ഇല്ലാത്തതുകൊണ്ട് ബാക്കിയൊക്കെ ഓക്കെ ആണെങ്കിൽ ആ കുട്ടി ഗ്രേഡിൽ മുകളിൽ വരാനുള്ള സാധ്യതകളുണ്ടോ? അങ്ങനെ വരുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? അതുണ്ട്. കാരണം ഇപ്പൊ പുതിയ പാട്ടുകൾ വരുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം, പുതിയ പാട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ അതിലെ വരികൾ ഇങ്ങനെ നോക്കും. ആ സാധനം ഇപ്പോൾ പല ആളുകളും പുതിയ പാട്ടുകൾ കലോത്സവ വേദികളിലേക്ക് എടുത്തു വരുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ പാട്ടുകളാവുമ്പോൾ വിധികരണം നടത്തുന്ന ആളുകൾ വല്ലാതെ അത് പുതിയൊരു ട്യൂണാണല്ലോ എന്നുള്ള നിലക്ക് മാർക്ക് അങ്ങോട്ട് കൊടുക്കും എന്നുള്ള ഒരു ധാരണ പൊതുവായിട്ടുണ്ട്. അത് പൊതുവായിട്ടുള്ളതാണ്. പുതിയ പാട്ടാണല്ലോ. അപ്പൊ ഈ വിധികർത്താക്കളെ ഇപ്പൊ ഞാനടക്കമുള്ള ആളുകളെ പറയുന്നത് വിധികരണം നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആശയത്തിന് അത്ര പ്രാധാന്യം കൊടുത്തെന്ന് വരൂല. പക്ഷെ ആശയം ചിലപ്പോൾ ഒന്നും നമ്മൾ കേട്ടാൽ മനസ്സിലാവും. ചില ആളുകൾക്ക് തിരിയുന്നതുകൊണ്ട് ഇത് എന്താ ഇതിന്റെ ആശയം ഉണ്ടാവില്ല, അതിന്റെ ഉള്ളില് ആശയം ഒന്നും ഉണ്ടാവില്ല. എന്നാ ഇവരെന്ത് ചെയ്യുമ്പോ അതുകൊണ്ടാണ് ഏച്ചു കൂട്ടിയാ മുയച്ചു നിൽക്കും നമ്മൾ പറയാറുണ്ട്. പടപ്പാട്ട് കിസ്സപ്പാട്ടൊന്നും ആയിരിക്കൂല. അത് ഉള്ളിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മളെ മുണ്ടക്കൈ ദുരന്തം, ഈ മുണ്ടക്കൈ ദുരന്തത്തില് ഇപ്പൊ പല ആളുകളും ട്രഡീഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലൊന്നുമില്ല. അറബി മലയാള സാഹിത്യം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷെ അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കേൾക്കുന്ന ഇതിപ്പോ എന്താ ഇങ്ങനെ അല്ലെ, നമ്മൾ പുതിയ പാട്ടല്ലേ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നതിൽ തനിമാറുന്ന ഏതെങ്കിലും പുതിയ പാട്ടുകൾ ഓർമ്മയുണ്ട്? അപ്പോൾ നമ്മളെ പാടാൻ പറ്റിയ പുതിയ പാട്ടുകൾ എങ്ങനെ ഈ മാപ്പിളപ്പാട്ട് എന്ന ഗണത്തിൽ പുതിയ എഴുത്തുകൾ വന്നതിൽ ഏതെങ്കിലുമൊക്കെ? കുറെ നല്ല പാട്ടുകളുണ്ട്. നമ്മളെ സുഹൃത്ത് പിന്നെ ഫൈസൽ കന്മന എഴുതുന്ന നല്ല രചനകളുണ്ട്. ബദറുദ്ദീൻ പാർനൂരിന്റെ തന്നെ നല്ല ബദറുദ്ദീൻ തിരുനൂറിൻ ഭംഗീഷത്തിൽ ചുങ്കേറുന്നലിയാർ ബദ്രുമാഷ എഴുതിയ വളരെ മനോഹരമായ പാട്ട്. അതേപോലെ തന്നെ ബദറുദ്ദീൻ മാഷ് തന്നെ ഒരുപാട് താനം
തന തന്നന നന്നന ഒക്കെ നമ്മൾ കേട്ടുള്ള ഇപ്പോൾ ഭംഗീഷത്തരുളതിലരുളിടെ അതിപ്പോൾ ഒരു കണക്കിന് പറയുമ്പോൾ മാപ്പിളപ്പാട്ട് ട്രഡീഷണലിൽ ഇപ്പോൾ നമ്മൾ ദേശീയഗാനമായിട്ട് നമ്മൾ പറയേണ്ട ചില പാട്ടുകളുണ്ട്. ഇപ്പോൾ സുഹീറ ബത്തൂൽ, OM മാഷിൻ്റെ സുഹീറ ബത്തൂൽ, ബദ്രുദ്ദീൻ മാഷിൻ്റെ ഭംഗീഷ തരുളതിലരുളിടെ, ഇങ്ങനെ കുറേ പാട്ടുകൾ. പിന്നെ ഫൈസൽ കന്മനം, അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രചയിതാവാണ്. വല്ലാഹി കഥയുടെ പൊരുളുര തതിശിയ മൊഴികളിൽ ചിതമതിലെന്നാളിൽ. ഫൈസൽ കന്മന നമ്മളെ സുഹൃത്തൂടെ ഭയങ്കര മനോഹരമായ രചന വൈഭവമുള്ള ഫുർഖാൻ അരുളും പൊരുളാൽ കതിർലെങ്കിടലായി, ഭയങ്കര മനോഹരമായിട്ടുള്ള രചനയും അതിനൊത്തൊരു ഈണം കൂടി വരുമ്പോൾ മുസ്ലിം ഗുരുക്കളൊക്കെ ചെയ്യുന്ന ഈണങ്ങൾ. അതുപോലെ തന്നെ ഫസൽ കൊടുവള്ളി, പുതിയ കാലത്തെ രചയിതാക്കൾ നല്ല രചന അവർ ചെയ്യുന്ന നല്ല ഒരുപാട് രചനകളുണ്ട്. ഇപ്പോൾ അലിയാരേ എന്ന് തുടങ്ങുന്ന ഫസൽ കൊടുവള്ളിയുടെ നല്ല മനോഹരമായ പാട്ടുകൾ. അങ്ങനെ പുതിയ കാലത്തെ പുതിയ ആളുകൾക്കും വേണം അല്ലെ, പുതിയ ആളുകൾ. ഷഹീർ ചെന്നര, പുതിയ അബൂദീഫീദ താനാളൂര്, ഹംസ നരേക്കാവ് നമ്മൾ പറയാം. അതുപോലെ തന്നെ OM മാഷിന്റെ ഒക്കെ പിന്നെ പണ്ടേ മുതലേ ഉള്ള നമ്മൾ കേട്ട് പരിചയമുള്ള ഒരുപാട് പാട്ടുകൾ, പുതിയ രചനകൾ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഷഹീർ ചന്ദന നേരത്തെ പറഞ്ഞ കുറെ ആളുകൾ ഇപ്പോൾ പുതിയതായിട്ട് രചനകൾ നിർവഹിച്ചു വരുന്നുണ്ട്. മുസ്തഫ പടപ്പറമ്പ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ പല ആളുകൾക്ക് പുതിയ രചയിതാക്കൾ ഉണ്ടെങ്കിലും അവരൊക്കെ ഇപ്പോൾ തൂലികാനാമം കൊണ്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പല വിധികർത്താക്കള് ഇത് ഓൻ്റെതല്ലേ, ഓൻ്റെ ചിലപ്പോൾ സാഹിത്യം ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തള്ളുണ്ട്. അങ്ങനെ വിധികർത്താൻ പോകുന്ന അപ്പൊ ഇവരെന്ത് ചെയ്യാ, ഈ പഴയ പാട്ടുകൾ പുതിയ പാട്ടുകൾ വന്നു കഴിഞ്ഞാല് പഴയത് എപ്പോഴും, അതായത് പഴയതിന് എപ്പോഴും കുറച്ചുകൂടി ഒരു വീര്യം കൂടും. ആ പഴയ രചനകളുടെ ഒരു നമ്മൾ തനിമ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കോള അവിടെ ഉണ്ടല്ലോ. അതിൽ നമ്മൾ പടപ്പാട്ടില് മാപ്പിളപ്പാട്ടില് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നില്ല, പഴയ പാട്ടുകൾ ഏറ്റവും നന്നായിട്ട് ആളുകൾ പാടുന്ന പാട്ടുകളുണ്ട്. ഇപ്പോ താജുൽ അഖ്ബാർ യൂസുഫ് കിസ്സ, ഉരയുന്നെൻ്റെ അഖിൽകളെ മരിത്താലൻ കഫനിന്ന് ഉള്ളേ ഈ കമീസുങ്കൾ എടുത്തിടല്ല, അപ്പോൾ മത്തിരമിൽ റൗബിയിലുടൻ ചൊന്ന് മുത്തരുടുത്ത ഉടുപ്പിനെയെന്ന് അല്ലേ. യൂസുഫ് നബിയെ ആ കിണറ്റിലേക്ക് വലിച്ചയക്കുന്ന ഒരു രംഗം പറഞ്ഞേക്ക്. ഈ പാട്ടിന് ഇന്നും മാർക്കറ്റ് ഉണ്ട്, ഇന്ന് എത്ര വേദികളിൽ അല്ലേ. അതേ സ്ഥാനത്ത് പുതിയ ഒരു പാട്ട് വരുന്ന സമയത്ത് അത് കുറച്ചു കാലം ഓടും, കുറച്ച് ഉള്ളിൽ പെട്ടെന്നുണ്ടൊരു മാറ്റം. എനിക്കിപ്പോഴും അറിയാം മാപ്പിള പാട്ടാണോ എന്നുള്ളൊരു ഒരുപാട് പാട്ടുകൾ അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു തലത്തിലേക്ക് തൽക്കാലം നമ്മൾ പോകണ്ടെന്ന് കരുതിയോണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. ഒരുപാട് പാട്ടുകളുണ്ട്. ഈ പാട്ടുകളൊക്കെ നമുക്ക് അങ്ങനെ തള്ളാനൊന്നും പറ്റൂല. ഒക്കെ അങ്ങനെയുള്ള രചയിതാക്കളുടെ ഒക്കെ ഒരുപാട് മനോഹരമായ പാട്ടുകളുണ്ട്. അപ്പോൾ ഈ ചില സന്ദർഭങ്ങളിൽ ഇതിന്റെ സംഗീതം എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിരിക്കും അല്ലേ. നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇമ്പം തരുന്ന, ശരിക്കും അങ്ങനെ പറഞ്ഞ സംഗീതം പാട്ട് എന്ന് പറഞ്ഞാൽ ആസ്വാദകർക്കുള്ളതാണോ, ആസ്വാദന അതിലെ കണ്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത് നിർണയത്തിൽ നിങ്ങളെ ക്രൈറ്റീരിയ ഉണ്ടാവും. അതിലുപരി ഒരു പാട്ട് രചിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ കലകൾ പറയുമ്പോൾ ആസ്വാദനം ഇതിൽ വലിയൊരു തലം തന്നെയാണ് അല്ലേ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാനും നിങ്ങളും മത്സരിക്കുകയാണ്. നിങ്ങളൊരു പാട്ട് പാടുന്നു, ഞാനൊരു പാട്ട്. നിങ്ങൾ പാടിയ പാട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പാടിയത് ഇപ്പോൾ ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം, നിങ്ങൾ വളരെ മനോഹരമായിട്ട് ആ പാട്ട് പാടി. പക്ഷെ നമ്മൾ കുറേ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുമല്ലേ, കുറേ കേട്ട് പരിചയിച്ചൊരു പാട്ടാണ്. ഈ പാട്ട് നിങ്ങൾ അങ്ങനെ പാടി, ഞാൻ നേരെ പുറത്ത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് പുതിയ കാലത്തൊരു പാട്ട് ഇപ്പോൾ വല്ലാഹി കഥയുടെ പൊരുളുര തതിശിയ മൊഴികളി ചിതമതിലെന്നാളിൽ വിലായത്തിൻ ചരിതം രുചിരം ചേർന്നാനേ അത് ഫുർഖാനിൽ. ഞാൻ അങ്ങനെയും പാടി. ഞാൻ പാടിയതിൽ ഒരു വെള്ളിട്ട് എവിടെയോ പാടിയ സമയത്ത് അറിയാണ്ട് എൻ്റെ ഒരു വെള്ളി വീണ് അവിടെ ഒരു മൈനസ് ആയി. പക്ഷെ ഞാൻ നന്നായി പാടി, അവിടെ ഒരു വെള്ളി ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ പാടിയത് ബദറുൽ ഹുദ, നിങ്ങളതങ്ങനെ പറഞ്ഞു പാടി. ആരാ അവിടെ കയറുക? സ്വാഭാവികമായിട്ട് ഞാനായിരിക്കും. അതെ, കാരണം നിങ്ങൾ പാടിയത് പഴയ തനിമയുള്ള പാട്ടുകളൊക്കെ തന്നെയാണ്, അതിനൊക്കെ ഓക്കെ. പക്ഷെ നിങ്ങൾ അവിടെ പാടിയത് എങ്ങനെയാണ് പറഞ്ഞു പാടുന്നത്? ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ അന്നേരം. അപ്പൊ ചില ആളുകൾ തോന്നുന്നത് ഒരു പഴയതും അല്ലേ, മറ്റൊരു പുതുമ. ഓഡിയൻസ് ചില വിഷയങ്ങളിൽ ഓഡിയൻസ് വിധികർത്താക്കൾ ഒരിക്കലും റിസ്കി ഇതിന് നിൽക്കുക. അപ്പൊ അങ്ങനെ വിഷയങ്ങൾ വരാറില്ല, വരാറുണ്ട് പല വേദികളിലും. ഓഡിയൻസ് ആദ്യം പാട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അത് കരുതി ഓഡിയൻസ് ബദറുൽ ഹുദ കേട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് കൊടുക്കുക.
അങ്ങനെയില്ല. കാരണം പല കലകളും തോന്നുന്ന ഇപ്പോ ഫിരിന്തിട്ടീനമിലെ ഈ പാട്ടിന് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ട്. ഇത് അസാധ്യമായി പാടുന്ന എത്ര ആളുകളുണ്ട് അല്ലെ. വൈദ്യരുടെ പിതാവ് പൂർത്തീകരിച്ച ഹിജ്റയുടെ വരികളാണ്. ഈ ഹിജ്റയിലെ ഈ ഫിരിന്തിട്ടൻ എത്ര ആളുകൾ എത്ര വേദികളിൽ പാടിപ്പോഴും അവിടെയും പുതിയ പാട്ടുകൾ വരുന്ന സമയത്ത് ഫിരിന്തിട്ടൻ നന്നായി പാടിക്കഴിഞ്ഞാൽ അവൻ അവിടെ കയറി അല്ലെങ്കിൽ അവള് കയറി. സ്വാഭാവികമായിട്ടും ആ പാട്ടിന് നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ ഈണം അവിടെ ഭയങ്കര രസകരമായിട്ടുള്ള, അതിൻ്റെ ആശയം വളരെ അല്ലേ പഴയ ഒരു തനിമ എന്ന് പറയുന്ന നമുക്ക് പറയാൻ പറ്റുന്ന അതേ സ്ഥാനത്ത് പുതിയ ഒരു സാധനം വരുന്ന സമയത്ത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മാറ്റി വെക്കപ്പെടും. അതല്ലെങ്കിൽ അതിനെ പരിഗണിക്കാവുന്ന എന്തെങ്കിലും വലിയ പോരായ്മ അവിടെ ഫിരിന്തിട്ടന് വരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലകൾ അല്ലെങ്കിൽ മാപ്പിള കലകൾ തന്നെ നേരത്തെ നമ്മൾ കലകളൊക്കെ പറയുന്ന സമയത്ത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പരിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക നന്മയുടെ ഒക്കെ ഭാഗമാകുക എന്ന് പറയുന്ന ഒരു വലിയ റോള് കലകൾ വഹിച്ചിരുന്നു. അതിൽ നിന്ന് പുതിയ കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ശ്രോതാക്കളെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് ആവേശം കൊടുക്കുക എന്നുള്ള തലത്തിലേക്ക് മാത്രം വരുമ്പോൾ ആ ഒരു മൂല്യം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമല്ലേ. അതായത് ഇത് നല്ലൊരു ചോദ്യമാണ്. ഇതിലൊരു പ്രശ്നമോ, എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയ കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പം ഞാനും എൻ്റെ ഒരു താഷ്ക് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യമാണ് അല്ലേ. സ്വാഭാവികമായിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു ട്രഡീഷണൽ സാമ്രാട്ട് എന്ന് പറയുന്ന ഒരു ട്രഡീഷണലായിട്ടുള്ള ഒരു പുതിയ പദ്ധതി തുടങ്ങി. അപ്പോൾ അതിന് ഞാൻ ഹക്കാന കോനമറാൽ മക്കാവ് ബിട്ട് നബി മക്കാ മദീന തണവ ഈ പാട്ട് ഞാൻ പുതിയൊരു ഈണത്തിൽ കൊണ്ടുവന്നു. പുതിയൊരു ഈണത്തിൽ ഞാൻ ഹക്കാന കോനമറാൽ മക്കാവ് ബിട്ട് നബി മക്കാ മദീന തണവ ആരേതുമെത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ. ഞാൻ എൻ്റെ മനസ്സിൽ നമ്മൾ സംഗീതം ചെയ്യുന്ന ആൾക്കാർക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. റഹ്മാനായ റബ്ബെ പറയണ്ട, എന്റെ ബാപ്പ അടക്കം എന്നോട് പറയേ എന്തിനാ ചെയ്യാൻ പണിക്ക് നിന്ന്. കാരണം ഫേസ്ബുക്കിലടക്കം തെറിയാഭിഷേക. കാരണം ഒരു പഴയതിനെ ഞാനൊരു പുതിയ രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, ഒന്ന് അവലംബിക്കുകയാണ്. വിമർശനം വന്നില്ലേ, പൊളിക്കാൻ വിടുന്നില്ല. അതായത് ഞാന് പല ആളുകൾ, അതായത് പ്രായം ചെന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അത് ആ പാട്ടിന് ആ ചെങ്കായിട്ട് ഇല്ലാതാക്കി അല്ലെ. ഹക്കാനാക്കോ അത് എന്തോ ഒരു രസമുള്ള സാധന കേൾക്കുന്ന സമയത്ത് ഇപ്പം കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി ഹക്കാനക്കോനമറാൽ മക്കാവ് ബിട്ട് നബി. എന്തിനാ ഓന അതിന്റെ വല്ല ആവശ്യം ഉണ്ടോ? എന്നിട്ട് ഈ കമന്റുകൾ ഞാൻ പറയണില്ല, അത്രയും മോശപ്പെട്ട തെറികള് താഴെ വരുമ്പോ സ്വാഭാവികമായിട്ട് അല്ല അത് തോന്നേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ തന്നെയല്ലേ വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെ. ചില വിമർശനങ്ങളായിരിക്കും നമുക്ക് വളരാനുള്ള ഏറ്റവും ഒരു പ്രചോദനമാകുന്നത് ചില വിമർശനങ്ങളായിരിക്കും. അങ്ങനെ കുറെ പാട്ടുകൾ ഇപ്പോൾ അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി അല്ലേ. ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാറിയ സമയത്ത് അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരിമോനിക്ക എന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് വേണ്ടത് അല്ലെ. മാണിക്യാമലരായ പൂവി നമ്മൾ കുറെ കേട്ട് വരില്ലേ. എഴുതിയ ആള് പോലും പാവ ഒരു പ്രവാസി, അദ്ദേഹം അവിടെ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ അയാൾ പോലും ശ്രദ്ധിക്കപ്പെട്ടത് എപ്പോഴാ, ഈ അഡാർ ലവ് എന്ന് പറയുന്ന ഒരു ഫിലിം കയറി വന്നതോടുകൂടി മാണിക്യ ഒരു മെലോഡി ടൈപ്പിലേക്ക് അതിനൊന്ന് മാറ്റി മറിച്ചതോടുകൂടി അത് തരംഗമായി അല്ലെ. ആ ഒരു രീതിയിൽ പാടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിന് പ്രശ്നമായിട്ട് അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പല പാട്ട് ഇപ്പൊ മിസ്രിയിലെ രാജൻ ഒരു ഫിലിമിൽ അത് ഹിറ്റായി. മുമ്പ് എരഞ്ഞോളി മൂസാക്ക പാടി പല വേദികളിലും പാടി. ഇപ്പൊ ഫുള്ള് ട്രെൻഡിനൊപ്പം അല്ലെ. നമ്മളിപ്പോ രണ്ട് കാര്യങ്ങളാ സോഷ്യൽ മീഡിയ തുറന്ന, ഒന്ന് ട്രെൻഡിനൊപ്പം, രണ്ട് തന്ത വൈബ് അല്ലേ. രണ്ട് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തന്ത വൈബും ഉണ്ട്, ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്നത് എന്തായിരിക്കും ഇപ്പോൾ മമ്പുറ്റാംസ അല്ലേ. കുട്ടികൾ തന്ത വൈബ് വേറെ തന്നെ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല കോലത്തില് പഴയ കാലത്തെ പല സംഗതികളെയും പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനൊരു കോമഡി ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ അവരവരുടെ അതായത് സോഷ്യൽ ആളുകൾ എങ്ങനെയാണോ ശ്രദ്ധ ആകർഷിക്കുന്നത് അതിനനുസൃതമായിട്ട് യൂട്യൂബ് ബ്ലോഗേഴ്സ് ആയാലും ശരി, നമ്മളെപ്പോലത്തെ കലാകാരന്മാരായാലും ശരി, ഈ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചാലോ ഒന്ന് ചിന്തിക്കും. ആ മാറ്റിപ്പിടുത്തത്തിലാണ് ചിലപ്പോൾ അത് ക്ലിക്കായി മാറുക അല്ലേ. അപ്പം ചൂട് ചൂട് പാത്തുമ്മ ഒരു നാടോടി വൃത്താണിത്. ഇപ്പം വരും ഒരു മാപ്പീള കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. നമ്മളില്ലേ അത് നമുക്ക് നിങ്ങൾക്ക് അൻതാത്തത്തിലുബൈനന കാക്കേ കാക്കേ കൂടെ വിടെ അല്ലേ. അതിന്റെ വൃത്തം എന്ന് പറയുന്നത് ഒന്നാണ്.
അതിനെ പല രീതിയിലേക്ക് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അനുസരിച്ച് ആവിഷ്കരിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലോ അല്ലേ? ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന രീതിയിലേക്ക് ആവരുത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയും തനിമ വിടാത്ത പുതുമ അല്ലേ? അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ് തനിമ? അപ്പോൾ പല ആളുകളും അഭിപ്രായപ്പെടും തനിമ പല ആൾക്കാരുണ്ടാക്കി വെച്ചത്. സംഗതി പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് തനിമ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഒരു പാരമ്പര്യത്തെ ട്രഡീഷനെ പൊളിച്ചെഴുതണം, അല്ലെങ്കിൽ ക്രൈറ്റീരിയ മാറണം എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? നമ്മൾ ഒരിക്കലും നമ്മളെ ബാപ്പമാരെ തള്ളിപ്പറയും ഇല്ലല്ലോ. എന്നാലും ഒരു കോൺട്രിബ്യൂഷൻ നടക്കാറില്ലേ? അതായത് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഒന്ന് മാറ്റി പിടിച്ചാൽ എന്താ, എന്നിപ്പോ ഒരു വൈദ്യര്, എന്നിപ്പോ പിന്നെ ഇങ്ങനെയുള്ള പഴയ ആളുകൾ എന്നുള്ളൊരു തലം മാറ്റിയിട്ട് പുതിയത് വേണം, വേണ്ട എന്നല്ല, പക്ഷെ ആ പഴയതിനെ അവിടെ നിലനിർത്തിക്കൊണ്ടുള്ള പുതിയതാവാം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെ പാടെ മാറ്റി വെച്ച് തനിമ വിടാത്ത പുതുമ എന്ന് നമ്മൾ പറയും. പക്ഷെ അത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കെട്ടും മട്ടും ചട്ടങ്ങളൊക്കെ ഉണ്ട് പാട്ടുകളിൽ. അപ്പൊ അത് പാലിക്കപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗി കൂടും, ആസ്വാദന തലം കൂടും. അതുകൊണ്ടാണ് ഞാൻ പുതിയ താഷ്ക് എന്ന് പറയുന്ന പഴയ പാട്ടുകളെ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അപ്പം ചൂട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ പഴയ പാട്ടുകളാണ് അതിനെ വേറെ രീതിയിൽ തമാശ പാട്ടുകളൊക്കെയാണ് ഇപ്പൊ പുതിയ ആളുകൾക്ക് വേണ്ടത്. പുതിയ രീതിയിലുള്ള തമാശ പാട്ടുകൾക്കൊക്കെ ഇപ്പൊ ആളുകൾ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ താഷ്ക് പറയുന്ന സമയത്താണെങ്കിൽ പോലും അതിൽ അവസാനത്തേക്ക് ഒരു തമാശ തിരികെ കയറ്റു. അതെന്തിനാ? ആ പഴയതിനും കേൾക്കും വേണം, എന്നാൽ ഒരു തമാശ വരുന്ന സമയത്ത് ഈ തമാശ എവിടെ എന്നുള്ളത് ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ട് കയറുകയാണ്. അപ്പൊ ആ പഴയതും കേൾക്കും. തമാശ എപ്പോഴാ വരിക അല്ലേ? ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് തെക്കേല, അത് 1 മില്യന്റെ മേലെ പോയി. അതിലൊരു തെക്കേലെ കോയാനെ കാണാതായി, വക്കാണം കൂടിയിട്ട് തെറ്റിപ്പോയി, തക്കാരം കൂടിയോല് ബേജാറായി, തെക്കും വടക്കും തെരഞ്ഞു പോയി. നമ്മളൊരു പ്രിയ സുഹൃത്ത് നസ്രുദ്ദീൻ മണ്ണാർക്കാടിൻ്റെ വരികളാണ് ഈ നസ്രുദ്ദീൻ മണ്ണാർക്കാട്. അപ്പോൾ ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് തരംഗായി. ഇത് തപ്പിയിട്ട് വരാൻ തുടങ്ങി എല്ലാവരും. തെക്കേല കോയാന്ന് അടിക്കുന്നതോടുകൂടി നമ്മളെ എപ്പിസോഡ് ഏതാണോ 8ാമത്തെ എപ്പിസോഡിലാണ് ഈ പാട്ടുള്ളത്. ഈ 8ാമത്തെ എപ്പിസോഡും ആളുകൾ കാണാനായി. അതിൽ ആദ്യത്തെ പാട്ട് ഒരു മെലോഡി ടൈപ്പിൽ ഇങ്ങനെ വരികയാണ്. ആ പാട്ടുകളും ആൾക്കാർ കേൾക്കാൻ തുടങ്ങി. അതിലെ അപ്പോൾ പുതിയതും കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്ത് പഴയതിനും കൂടെ തന്നെ യോജിപ്പിച്ച് വിട്ടപ്പോൾ ആളുകൾക്കിടയിൽ അത് കുറച്ചുകൂടി സ്വീകാര്യത വന്നു. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ സ്വീകാര്യതയുള്ള പുതിയ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തനിമ നിലത്തിക്കൊണ്ടുള്ള പുതുമ നിങ്ങളെപ്പോലുള്ള ആളുകളിലാണ് ഒരുപാട് പ്രതീക്ഷ. ഏതായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. 15ാമത് SKSFന്റെ സർഗല വേദികൾ വിധികർത്താവ് എത്തിയ ഷിൻമോങ് സാറാണ് നമ്മുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചത്. ഏതായാലും ഒരുപാട് നന്ദി.